എയർഫോഴ്സ് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് അയൽ രാജ്യങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. ഇസ്രായേലുമായിട്ട് 8.7 മില്യൺ ഡോളറിന്റെ ഒരു ആയുധ കരാറിലാണ് ഇപ്പോൾ ഇന്ത്യ ഒപ്പുവെക്കാൻ പോകുന്നത്. 2026 ഏതാണ്ട് മധ്യത്തോടു കൂടിയായിരിക്കും ഈ കരാർ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നിലവിൽ വരുന്നത്. പക്ഷേ അതിനു മുമ്പായിട്ട് വളരെ പെട്ടെന്ന് ഏതാണ്ട് 300 കോടിയോളം രൂപ ചിലവാക്കി നമ്മൾ കുറച്ച് ആയുധങ്ങൾ ഇസ്രായേലിൽ നിന്ന് വാങ്ങുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ നീക്കം? കുറച്ച് മിസൈൽ, ബോംബ്, സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയാണ് നമ്മൾ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത്. 2 ഷിപ്പ് നിറയെ ആയുധങ്ങളുമായിട്ട് കപ്പൽ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആർമിയുടെ രഹസ്യങ്ങളെല്ലാം തന്നെ പുറത്തു പറയാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് എന്താണ് ഇന്ത്യയുടെ നീക്കമെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. ഇപ്പോ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറൻ അതിർത്തികളിൽ സംഘർഷ സമാനമായ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു എന്നതിന്റെ ചില സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ നമ്മുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, ചൈനയുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിൽ ചൈനയുടെ പ്രകോപനപരമായ ചില നീക്കങ്ങളും ചൈന നടത്തുന്നുണ്ട്. ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GPS ജാമിങ്ങിനെ പോലും അതിജീവിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് വാങ്ങുന്നത്. ഇപ്പോൾ പിനാക്ക റോക്കറ്റ് ലോഞ്ചിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിന് ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈലുകൾ നമ്മൾ വാങ്ങിക്കൂട്ടുന്നുമുണ്ട്. സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട്. ഇത് കൂടാതെയാണ് നമ്മൾ ഇപ്പോൾ ഇസ്രായേലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. മാത്രവുമല്ല, നമ്മൾ ഈ ആയുധങ്ങളൊക്കെ വാങ്ങുന്നത് ഇന്ത്യൻ റുപ്പിയിലാണ്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ഇസ്രായേലിലെ ബാങ്കുമായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ചില ഇടപാടുകൾ നടത്തുന്നു. 32 രാജ്യങ്ങളുമായിട്ട് 123 രാജ്യാന്തര ബാങ്കുകളുമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഇടപാട് നടത്തുന്നുണ്ട്. നമുക്കറിയാമല്ലോ, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിയപ്പോൾ പോലും ഇന്ത്യ റുപ്പിയിലാണ് നമ്മൾ ഇടപാട് നടത്തിയത്. ഇതിന് സമാനമായിട്ട് ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ആയുധ ഇടപാട് നമ്മൾ ഇന്ത്യൻ റുപ്പിയിൽ നടത്തുന്നു. ഇസ്രായേലുമായിട്ട് വലിയ ബന്ധമുള്ള രാജ്യമാണ് അമേരിക്ക. ആ രാജ്യവുമായിട്ട് അത്ര ബന്ധമുണ്ടായിട്ടും ഡോളറിനെ ഒഴിവാക്കി ഇന്ത്യൻ റുപ്പിക്ക് നമ്മൾ പ്രാധാന്യം നൽകിക്കൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നു. ഇവിടെ സ്പൈസ് ബോംബ് 1000 എണ്ണമാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ റാബറ്റ് എയർ ടു സർഫസ് മിസൈൽ, എയർ ലോങ്ഡ് ബാലിസ്റ്റിക് മിസൈൽ, IS ബ്രോക്കർ മിസൈൽ സിസ്റ്റം എന്നിവയൊക്കെയാണ് ഇസ്രായേലിൽ നിന്ന് വാങ്ങുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് യുദ്ധ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏറ്റവും നിർണായകമായ ആയുധമായിട്ട് ഐസ് ബ്രേക്കിംഗ് മിസൈൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ GPS സംവിധാനങ്ങളെ ഒക്കെ തന്നെ പൂർണ്ണമായും നിശ്ചലമാക്കിയാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച കൃത്യമായ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇവയാണ് ഇപ്പോൾ ഇന്ത്യ വാങ്ങിക്കൂട്ടുന്നത്. അപ്പോൾ ചൈനയിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിങ്ങിൽ കൺട്രോൾ മേഖലയിൽ ചില ഇടപെടൽ, അതായത് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഒരേപോലെ അതിർത്തിയിൽ ചില സുരക്ഷാ സംവിധാനങ്ങളിൽ പാളിച്ചകൾ ഉണ്ടാകുന്ന സംശയം. ബംഗ്ലാദേശും പാകിസ്ഥാനുമുള്ള അവസരം മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ ലഷ്കർ-എ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകളൊക്കെ തന്നെ പാക് ഒക്കുപൈഡ് കശ്മീർ മേഖലയിൽ ചില നീക്കങ്ങൾ നടത്തുന്നതായിട്ടുള്ള സൂചനകൾ നമ്മുടെ ഇന്റലിജൻസ് വിങ്ങിനെ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് അധ്യക്ഷനായുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ പെട്ടെന്ന് ആയുധങ്ങൾ വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. അതായത് ഇന്ത്യൻ ക്യാബിനറ്റിന്റെ പൂർണ്ണമായ അംഗീകാരം ഒന്നും കിട്ടുന്നതിന് മുൻപ് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പണം ചിലവാക്കി ആയുധങ്ങൾ വാങ്ങാം. അങ്ങനെയാണ് രാജ്നാഥ് സിംഗ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. നിലവിൽ ഈ ഇസ്രായേലിന്റെ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ഉണ്ട്. എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ കുടുംബാംഗമായ ലോറയിൽ നിന്നാണ് ലോറ മിസൈൽ നമ്മൾ വാങ്ങുന്നത്. ഏതാണ്ട് 400 കിലോമീറ്റർ വരെ വ്യോമ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഇവ നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചു. കൂടാതെ ഇവ പ്രിസൈഡ് ആൻഡ് യൂണിവേഴ്സൽ ലോഞ്ചിങ് സിസ്റ്റം അടിസ്ഥാനമാക്കി ദീർഘദൂര മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം വാങ്ങുന്നുണ്ട്. ഇത് നിബൈൻ എന്ന് പറയുന്ന ഇസ്രായേലിലെ പ്രാദേശിക കമ്പനി എന്ന് പറയാം. അതായത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്. അവരുമായിട്ടാണ് നമ്മൾ ചില നീക്കുപോക്കുകൾ നടത്തുന്നത്. ഇപ്പൊ നമുക്കറിയാമല്ലോ, ഇവിടെ ഇന്ത്യൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഒക്കെ തന്നെ എങ്ങനെയാണ് ആയുധങ്ങൾ, ഈ വിമാനത്തിന്റെ പാർട്സുകളൊക്കെ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അതിന് സമാനമായിട്ടുള്ള
നിബലുമായിട്ട് യോജിച്ച് ചില സാങ്കേതിക വിദ്യ കൈമാറ്റം നടത്തുന്നു. ഇതിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട്. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കാൻ ഇരുന്നതാണ്. അന്നാണ് ഡൽഹിയിൽ വലിയ സ്ഫോടനമൊക്കെ ഉണ്ടാകുന്നത്. ചില ഡോക്ടർമാർ ഉൾപ്പെട്ടിട്ടുള്ള ചില ആസൂത്രിത നീക്കങ്ങളൊക്കെ ഉണ്ടായത് നമ്മുടെ ഇന്ത്യ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അന്ന് സുരക്ഷാ കാരണങ്ങളാൽ ആ പര്യടനം നീട്ടിവെച്ചു. തുടർന്ന് ബെഞ്ചമിൻ നെതന്യാഹു ജനുവരി മാസത്തിൽ ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം അനുസരിച്ച് ബെഞ്ചമിൻ നെതന്യാഹു വരുന്നതിന് മുമ്പായിട്ടുള്ള ഒരു സ്വീകരണം ഒരുക്കുകയാണോ എന്ന് പോലും സംശയമുണ്ട്. മാത്രമല്ല, ഇന്ത്യ അങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ ഉടൻ ഇസ്രായേൽ എന്തിനാണ് ഇത്രയധികം ആയുധങ്ങൾ നൽകുന്നത് എന്ന സംശയം വരും. 2020 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലുമായിട്ട് ഏറ്റവും അധികം ആയുധ ഇടപാട് നടത്തിയ രാജ്യം ഇന്ത്യയാണ്. 34% ആയുധങ്ങൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കൂട്ടി എന്ന് മാത്രവുമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ ആയുധങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ഇസ്രായേൽ ഇനി ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങുമെന്ന് നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ഇറാനുമായിട്ട് ഇസ്രായേൽ വലിയ ഒരു ശത്രുതയിൽ നിലനിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആക്രമണത്തിലൊക്കെ വലിയ രീതിയിൽ ആക്രമണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജോ ബൈഡൻ സർക്കാർ അന്ന് അമേരിക്ക ഭരിച്ചിരുന്നത്. ജോ ബൈഡൻ സർക്കാർ പെട്ടെന്ന് ആയുധ സപ്ലൈ നിർത്തിവെച്ചു. ഇസ്രായേൽ വല്ലാതെ ആശങ്കപ്പെട്ടു. കാരണം ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച കാനിയോൺസിലെ മറ്റും ആക്രമിക്കുന്ന സമയത്ത് ആയുധ ശേഖരണത്തിൽ വേണ്ടത്ര ആയുധങ്ങൾ ഇല്ലാതെ വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ പരാജയപ്പെടും എന്നൊരു അവസ്ഥയുണ്ടാകും. ആ സമയത്ത് നെതന്യാഹു ഒരു വിശ്വസ്ത രാജ്യമെന്ന നിലയിൽ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ പെട്ടെന്ന് നമ്മളുമായി ബന്ധപ്പെടുകയും ഈ ഒരു കപ്പല് നിറയെ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ അയക്കുകയും നമ്മുടെ സേന പുറപ്പെടുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ ആയുധങ്ങളുമായി 2 കപ്പൽ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് സ്പെയിൻ വഴിയാണ് നമ്മൾ പോകുന്നത്. ദൂരം കുറയ്ക്കാൻ വേണ്ടിയാണ് സ്പെയിൻ നേവി സ്പെയിൻ വഴി പോകുന്നത്. ഈ കപ്പലുകൾ തടയുകയും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ് നാറ്റോ രാജ്യങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്നു. അതായത് ഇസ്രായേൽ പലസ്തീൻ നേരത്തെ നടക്കുന്ന ആക്രമണത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അതിനെ എതിർക്കും, നിങ്ങളുടെ കപ്പലുകൾ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് വന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, സ്പെയിനിലെ ഒരു തുറമുഖത്തും കപ്പൽ അടുപ്പിച്ചില്ല എന്ന് മാത്രമല്ല, കൃത്യമായി ഇസ്രായേലിൽ എത്തിക്കുകയും ചെയ്തു. അവിടത്തെ ഹൈഫ തുറമുഖത്ത് ഈ കപ്പൽ അടുപ്പിക്കുകയും ആയുധങ്ങൾ എത്തിച്ചു നൽകുകയും ചെയ്തു. അങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ ഇന്ത്യയാണ് ഇസ്രായേലിന് ആയുധങ്ങൾ എത്തിച്ച് നൽകിയത്. അതേ ഇസ്രായേൽ ഇപ്പോൾ നമുക്ക് ഒരാവശ്യം വന്നപ്പോൾ വളരെ പെട്ടെന്ന് ആയുധങ്ങൾ നൽകാനായിട്ട് തയ്യാറാണ്. അതായത് മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ചോദിച്ചു വാങ്ങുന്നത്. ഏതാണ്ട് 300 കോടി രൂപ നമ്മൾ നൽകുകയും ചെയ്തു. പിന്നീട് ഈ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ജനുവരി മാസത്തിലാണല്ലോ ട്രംപ് അധികാരമേൽക്കുന്നത്, ആ സമയത്താണ് ജോ ബൈഡൻ തടഞ്ഞു വെച്ച ആയുധങ്ങളൊക്കെ ട്രംപ് വിട്ടുകൊടുത്തതും ബെഞ്ചമിൻ നെതന്യാഹു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത്. ഇന്ത്യയാണ് ഒരു ആപത് ഘട്ടത്തിൽ തങ്ങളെ സഹായിച്ചത്. ഇതുപോലെ ഇന്ത്യയും ഈ കാർഗിൽ യുദ്ധ സമയത്ത് ഇസ്രായേൽ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ വ്യാപാര കരാറുകൾ കൂടുതൽ മെച്ചപ്പെട്ട് വരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു വരുന്നു എന്നുള്ളത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ആയുധ കരാറുകൾ നമ്മൾ ഇങ്ങനെ ഒപ്പുവെക്കുമ്പോൾ അമേരിക്ക, ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശിന്റെ ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടുകയാണ്.